ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഈ FBയിലും യൂട്യൂബിലൊക്കെ ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ. ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരാണ് കണ്ടന്റ് ഇട്ട ആൾക്കാർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പോസ്റ്റിൻ്റെ ആ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് വേറൊരാൾ ബാഡ് കമൻ്റ് ഇട്ടാൽ ആ ആളിനെ ഞാൻ പറയുന്ന വാക്കുകൾ അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ കണ്ടന്റ് ഇട്ട ആൾക്കാർ പിന്നെ വന്നിട്ട് അതിനെ പറ്റി ആ ഒരു ബാഡ് കമൻറ്റ് മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അതൊരു കണ്ടൻ്റാക്കി ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചില ആൾക്കാരെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോണത്. ഞാൻ പറഞ്ഞിട്ട് അവരേനെന്താണ് ഇപ്പോൾ ഇന്നലെ അതിനെക്കുറിച്ചിട്ട് ഇപ്പം ഇന്ന് പറയാൻ കാരണം വെച്ചാൽ ഇന്നലെ നമ്മുടെ ജസ്ന സലീം, ആ കണ്ണൻ്റെ ചിത്രം വരക്കണ അവളില്ല ജസ്ന സലീം, അവളെ മോനും കൂടിയിട്ട് എന്താ ഡാൻസ് ചെയ്തിട്ട് പോസ്റ്റ് റീൽസ് ഇട്ടപ്പോൾ ആരോ വന്നിട്ടൊരു കമൻറ്റ് പറഞ്ഞു എന്നുള്ള അതാണ് കേട്ടോ. അത് കണ്ടപ്പോഴാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നിയത് കേട്ടോ. അല്ലാണ്ട് അതിനെപ്പറ്റിയല്ല ഞാൻ പറയണത്, കണ്ടപ്പോഴാണ് പറയാൻ തോന്നിയത് കേട്ടോ. അപ്പോൾ അവരെന്നെ കണ്ടന്റ് ഇട്ട ആൾക്കാർ പറയണത് ഡാഷ് മോനാണ്, അവനെങ്ങനെയാണ്, അവൻ അമ്മയില്ല പെങ്ങന്മാരില്ല, അവർക്ക് തിരിച്ചറിയില്ല, അവന് ഞരമ്പ് രോഗമാണ്, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കട്ടോ. ഞാൻ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഡാഷ് മക്കള് പിന്നെ അതുപോലെ ഞരമ്പ് രോഗമുള്ളവരൊന്നും ഈ യൂട്യൂബിലും പിന്നെ ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊന്നും വന്നിട്ട് കമൻ്റേ ഇടില്ല. അവർ കമൻ്റേ ഇടില്ല. കാരണം അവർക്ക് അതൊന്നുമുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവില്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നില്ല, അതിനൊന്നും അവർ ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഒന്നും ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ചില കുറച്ചൊക്കെ ഒരു വിവരം വിദ്യാഭ്യാസവും സമൂഹത്തിൽ സ്ഥാനവും ഈ പറഞ്ഞ പോലെ നല്ല തന്തക്ക് പറഞ്ഞവർ അതേപോലെ ഞരമ്പൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് അങ്ങനത്തെ കമൻ്റുകളൊക്കെ ഇടുന്നത്. അപ്പം എൻ്റെ എന്താ പറയുക, യൂട്യൂബിൽ അങ്ങനെ കമൻ്റൊന്നും വരാറില്ല. ഒന്നോ രണ്ടെണ്ണോ ഒരു വീഡിയോസിനൊക്കെ ചിലപ്പോൾ 2 കമൻറ്റിട്ടേ വരുള്ളൂ. അതുപോലെയല്ല FBയിൽ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരും. പക്ഷെ അതിലൊന്നും അങ്ങനെ ഒരു ബാഡ് കമൻ്റൊന്നും എപ്പോഴായിട്ട് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഇട്ടാലും ഞാൻ തെറി പറയാനൊന്നും നിൽക്കില്ല. കാരണം അവർ അമ്മയും പെങ്ങന്മാരില്ലാത്തവരോ അല്ലെങ്കിൽ അമ്മനും പെങ്ങന്മാരും തിരിച്ചറിയാത്തവരോ ഒന്നും ആയിരിക്കില്ല. അവരെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നേരം പോക്കിനോ അതല്ലെങ്കിൽ വെറുതെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് അവരൊന്നും ഞരമ്പ് രോഗമുള്ളവരും ഒന്നും ആയിരിക്കില്ല. പിന്നെ അവരെന്നെങ്ങനെ ഡാഷ് മോനെ അമ്മേനറിയില്ല പെങ്ങളറിയില്ല ഞരമ്പ് രോഗമാണ് അതാണ് നമ്മൾ വെറുതെ ചലച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ നമുക്കൊരു കണ്ടന്റ് ആവുന്നു മാത്രം. അത് കാണാനും ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന ആൾക്കാർ തന്നെ അത് കാണും. അതായത് ഈ ബാഡ് കമന്റ് ഇട്ടവർ തന്നെ അത് അവർ കാണുന്നുണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരിന്ന് ചിരിക്കണുണ്ടാവും. ഇങ്ങനത്തെ കമന്റ് ഇട്ടിട്ട് അതിനുള്ള നമ്മളെ എന്താ പറയുക ചാവി എടുത്ത് തുള്ളിക്കാന്ന് പറയില്ല, അതേപോലത്തെ ഒരു സംഭവമാണത്. അങ്ങനെ തിരിപ്പിച്ചിട്ട് നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ചാവി കൊടുത്ത് ഇങ്ങനെ ചാവി കൊടുത്തണ്ട് വിട്ടുകൊടുത്ത് അങ്ങോട്ട് തുള്ളി കുറയാണ്ട് പോകും. അന്ന പോലെ അവർ നമ്മളെ ഒന്ന് തുള്ളിക്കാൻ വേണ്ടിയിട്ടൊരു ചാവി തരുന്ന ഏർപ്പാടാണത് ഈ ബാഡ് കമന്റ് എന്ന് പറഞ്ഞ സംഭവം. അതിനിപ്പോൾ അവരെ തന്തക്ക് വിളിച്ചിട്ടും തള്ളക്ക് വിളിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പെന്നെയും കളിയാക്കുന്നവർ യൂട്യൂബറാണ്
അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കണവരൊക്കെ ഉണ്ട്. പക്ഷെ കളിയാക്കുക അത് ഉണ്ടാവും, അത് കണ്ടിട്ട് അത് ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഈ പരിപാടിക്ക് നിന്നിട്ടുള്ളത്. പിന്നെ അപ്പോൾ അവർ കളിയാക്കുമ്പോൾ നമ്മൾ റേസ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയാലോ, എനിക്കറിയാം. ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ അതിനൊരു ബാഡ് കമൻറ്റ് വരുന്നു, നമ്മൾ ആൾക്കാർ കളിയാക്കുന്നു, പൊട്ടത്തരം പറയുകയാണെന്നും എല്ലാം അറിയാം. അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവരും ഇതൊക്കെ പറയുമ്പോൾ നമുക്കതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ചില ആൾക്കാർ വരുമാന മാർഗമായിട്ട് തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും ഒരു വരുമാനം മറ്റുള്ളവരുടെ. അപ്പോൾ ആ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലായിരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ ബാഡ് കമൻറ്റും അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രക്കൊരു സ്പീഡ് കുറയും. അതാണ് ഉണ്ടാവുക. അതായത് ഒരാൾ കളിയാക്കി പറഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ ബാഡ് കമൻറ്റ് ഇട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇമോഷണലായി കഴിഞ്ഞാൽ നമ്മൾ ആ പോക്കിൻ്റെ സ്പീഡാണ്ട് കുറയും. നമ്മളൊന്ന് പുറകോട്ട് പോരും. അപ്പോൾ വേണോ വേണ്ടേ എന്നുള്ള ഒരവസ്ഥയിൽ വരും. അപ്പോൾ അതൊന്നും നിൽക്കണ്ട, ബാഡ് കമൻ്റൊക്കെ വരും. പിന്നെ നിങ്ങൾ ഈ ആരായാലും ഈ ബാഡ് കമൻ്റ് ഇട്ടവരെ തെറി പറയണവർ ചീത്ത പറയണമൊക്കെ വിചാരിക്കുക. അവരൊന്നും ആ ചീത്ത കേൾക്കാൻ അർഹതപ്പെട്ട ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയാണ്, എന്തെങ്കിലും ഒരു കമൻ്റ് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഇടുന്നുണ്ടാവും. അല്ലാണ്ട് ഞരമ്പ് രോഗമുള്ളവരും ഒന്നും ഇതിന് കമൻറ്റേ ഇടില്ല. അവർക്ക് കമൻ്റ് ഇടാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർ കമൻ്റ് ഇടുകയും ചെയ്യില്ല, ലൈക്ക് അടിക്കുകയും ഒന്നും ചെയ്യില്ല. ഇടുന്നതൊക്കെ മാന്യമായിട്ടുള്ള ആൾക്കാർ തന്നെയാവും. അവർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിനകത്ത് FB'നകത്തായാലും യൂട്യൂബിനകത്തായാലും ഒരു ബാഡ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അറിയുക അതിന്ന ആളാണെന്ന്. ഈ വീട് കയറി തല്ലാൻ പോകുന്ന പല വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. ബാഡ് കമൻറ്റ് ഇട്ടവൻ്റെ വീട് കയറി അന്വേഷിച്ച് പിടിച്ചിട്ട് എവിടെ നിന്നാണ് എങ്ങനെയൊക്കെ അന്വേഷിക്കുക. ആ ഒരു പേര് മാത്രമാണ് നമുക്ക് ആ ഒരു ഐഡിയിൽ നമുക്ക് കാണാൻ പറ്റുക. ആളുടെ പേര് ചിലപ്പോൾ ആളുടെ പേരായിരിക്കില്ല. പിന്നെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പേരല്ല, ഇക്കായ കിഡ്സ് എന്ന്. ഞാൻ അതൊന്ന് വെറുതെ ഇട്ടൊരു പേരായിരുന്നു. അതിപ്പോൾ ഇപ്പോഴും ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? അതേപോലെ ആ കണ്ടുപിടിക്കാനൊക്കെ ഒരു ഇതുമില്ല. ആ ഒരു പേര് മാത്രം. ചിലവർ ഒറിജിനൽ അവരവരെ പേരെന്നെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള കാലത്ത് ഇതൊക്കെ അന്വേഷിച്ച് പോയി വീട് കയറി തല്ലുന്ന ആൾക്കാരുണ്ട്. ഈ വയസ്സായ ആൾക്കാരാണ്, 60 വയസ്സ് 50 വയസ്സൊക്കെ, അതുപോലെ 80 വയസ്സൊക്കെ ആയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് പോയിട്ട് അയാളെ വീട് തല്ലുക, അയാളെ വീട് വഴക്കുണ്ടാക്കുക. അയാളുടെ നാട്ടിൽ നല്ല മാന്യനായിട്ടിരിക്കുന്ന ആൾക്കാരാവും. ഫോണിൽ കമൻ്റ് ഇടണമെന്ന് ഇപ്പോൾ പുറത്തുള്ളവർ അറിയൊന്നുമില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇതിലൊരു കമൻ്റ് ഇട്ടാൽ അത് പുറത്തിപ്പോൾ ആരും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരവരുടെ നാട്ടിലും വീട്ടിലൊക്കെ നല്ല ആൾക്കാർ തന്നെ ആവുക. അവർ മോശം ആൾക്കാരായിട്ടൊന്നല്ല അവരാ കമൻ്റ് ഇടുന്നത്. അപ്പോൾ അതാണ് കേട്ടോ. അതിനൊക്കെ നമ്മൾ അതിനൊന്നും നിൽക്കരുത് എന്നാണ് പറയുള്ളത് കേട്ടോ. ഒരാളുടെ വീട്ടിൽ പോയിട്ട് യൂട്യൂബിനകത്തും നമ്മളെ വീഡിയോസിൻ്റെ താഴെ കമൻ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വീട് കയറി തല്ലുക, അയാളെ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും വീഡിയോ ഉണ്ടാക്കുക, എന്നിട്ട് അയാളെ തന്തക്ക് വിളിക്കുക, തള്ളക്ക് വിളിക്കുക, അങ്ങനെയുള്ള പരിപാടി അതൊന്നും ചെയ്യണ്ട. അതൊന്നും ചെയ്യണത് ശരിയല്ല. കാരണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇന്നതൊക്കെ ഉണ്ടാവും, നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ ഇറങ്ങി തിരിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ എന്നാലട്ടാ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.